ഇന്ന് മുഹറം 3 മുഹറമിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഷഹ്റുല്ലാഹിൽ മുഹറം എന്നാണ്. അള്ളാഹുവിൻ്റെ മാസമായ മുഹറം എന്നാണ്. എല്ലാ മാസങ്ങളും അള്ളാഹുവിൻ്റെ മാസങ്ങൾ തന്നെയാണ്. എല്ലാ മാസങ്ങളും അള്ളാഹുവിൻ്റെ മാസമാണ്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹ് 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. ആകാശഭൂമികളെ സൃഷ്ടിച്ച നാൾ മുതൽ മാസങ്ങളുടെ എണ്ണം 12 അതിൽ 4 പവിത്രമാണ്. എല്ലാ മാസങ്ങളും അള്ളാന്റെ മാസം തന്നെയാണ്. എന്നാൽ മുഹറമിനെ സംബന്ധിച്ച് ഷഹ്റുല്ലാഹ് അള്ളാന്റെ മാസമായ മുഹറം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറയാൻ കാരണം എന്താണ്? അതിനൊരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ പവിത്രമായ മാസങ്ങളിൽ, ഹജ്ജിന്റെ മാസങ്ങളിൽപ്പെട്ട പവിത്രമായ 3 മാസങ്ങളും ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം. ആളുകൾ ഹജ്ജിന് വരുന്ന മാസം ദുൽഖഅദ്, ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന മാസങ്ങളിൽപ്പെട്ട മാസമാണ് മുഹറം. എന്നാൽ ഈ പവിത്രമായ മാസത്തെ, അള്ളാഹുവിൻ്റെ പവിത്രമായ മാസത്തെ നഹസ് കൊണ്ട് മലിനമാക്കാനാണ് പലരും ശ്രമിക്കുന്നത്. നഹസ് എന്ന് പറഞ്ഞാൽ ദുശ്ശഗുണമായി, നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ലാത്ത ദിവസങ്ങളായി, അല്ലെങ്കിൽ എന്തൊക്കെയോ ചില ആപത്തുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മനുഷ്യനെ വരുന്ന ദിനങ്ങളായിട്ട് ഈ മുഹറമിനെയും പ്രത്യേകിച്ച് ഇതിൻ്റെ ആദ്യത്തെ 10 ഒക്കെ ആളുകൾ മനസ്സിലാക്കി വരുന്നു. അത് ചില ആളുകളൊക്കെ അത് പ്രോത്സാഹിപ്പിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്രമാത്രം എന്ന് പറഞ്ഞാൽ മുഹറം 1 ചൊവ്വാഴ്ചയായി കിട്ടിയെങ്കിൽ എന്ന് ചില പണ്ഡിതന്മാർ വരെ ആഗ്രഹിച്ചു. മുഹറം 1 ചൊവ്വാഴ്ചയാണെങ്കിൽ പിന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അവർ. മുഹറം 1 ചൊവ്വാഴ്ചയാണെങ്കിൽ അത് ബാക്കിയുള്ള ദിവസത്തെ പോലൊന്നുമല്ല, എന്തൊക്കെയോ വലിയ വലിയ വിപത്തുകളൊക്കെ വരാൻ പോകുന്നു. അതൊന്ന് ചൊവ്വാഴ്ച ആയി കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചു പലരും. പക്ഷെ മുഹറം 1 മാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ചയായത്. അപ്പോൾ ഈ മാസത്തെ നഹസിന്റെ മാസമാക്കി കണക്കാക്കുന്നു. അങ്ങനെ ഒരു സംഗതി ഇല്ല. പക്ഷെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടാം. അതെങ്ങനെ? ഇപ്പൊ ചില അപകടങ്ങൾ, ചില ദുരന്തങ്ങൾ, ചില വിപത്തുകളൊക്കെ അത് ഓരോ സമയത്തും ഓരോ സന്ദർഭങ്ങളിലും നമ്മളൊക്കെ ജീവിതത്തിൽ വരും. അതിന് ചില പ്രത്യേക മാസമോ സമയമോ കാലമോ ഒന്നുമല്ല. അപ്പൊ ഇങ്ങനെ അനുഭവപ്പെടുമ്പോൾ ചില വീടുകളിൽ രോഗം തന്നെ, എന്നും രോഗം. ചില ആ വീടുകളിൽ എന്നും അപകടം. ഒരാൾക്ക് അപകടം പറ്റിയ ആള് റെഡി വന്നപ്പോൾ അടുത്താൾക്ക് അപകടം പറ്റി, അത് ശരിയായപ്പോൾ വേറെ ആൾക്ക് അപകടം പറ്റി. ചിലപ്പോൾ വീടിനകത്ത് ഇങ്ങനെ പാമ്പുകളെ കാണുന്നു. ഇങ്ങനെ തുടങ്ങി പലതും. എങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടത്? റസൂലുള്ള പറഞ്ഞു, അപ്പൊ പ്രാർത്ഥിക്കണം. ഇതാ അഹദുക്കും മാ യക്റഹ്. ഇങ്ങനെയുള്ള അനിഷ്ടകരമായ വല്ല കാര്യങ്ങളും കണ്ടാൽ നിങ്ങളത് നഹസാണെന്ന് പറഞ്ഞ് തങ്ങന്മാരെടുത്തേക്കും മൂല്യന്മാരെടുത്തേക്കും കണക്കന്മാരെടുത്തേക്കും ജ്യോത്സ്യന്മാരെടുത്തേക്കും മണ്ടുകയല്ല വേണ്ടത്. മറിച്ച് എന്താ വേണ്ടത്? നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടി? അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാ അൻത വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക. അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത. അല്ലാഹുവേ, ഏതൊരു ഹസനത്തും ഏതൊരു നന്മയും എൻ്റെ ജീവിതത്തിലേക്ക് നീയല്ലാതെ മറ്റാരുമല്ല കൊണ്ടുവരുന്നത്. വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാ അൻത. ഏത് കാലവിപത്തുകളും, ഏത് അപകടങ്ങളും ദുരന്തങ്ങളും, എന്ത് വിപത്തുകളും, എന്ത് സയ്യിആത്തുകളും നീയല്ലാതെ തടുക്കുന്നുമില്ല. നിനക്കല്ലാതെ തടുക്കാനും കഴിയില്ല. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക. നിന്നെക്കൊണ്ടല്ലാതെ ഒരു ശക്തിയും കഴിവുമില്ല. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക വേണ്ടത്. അതല്ലാതെ ഈ മാസത്തെ ഒരു ഭയത്തോടെ പേടിയോടെ കാണുകയല്ല വേണ്ടത്. സഹോദരങ്ങളെ, ഈ മാസം സത്യവിശ്വാസികൾക്ക് ചില ഗുണപാഠങ്ങൾ നൽകുന്നുണ്ട്. എന്താണ് ആ ഗുണപാഠം? ഒരു പുതിയ വർഷമാണ് ഈ മാസത്തോടെ പിറക്കുന്നത്. 1448 ഹിജറ. പലപ്പോഴും നമുക്കതിൻ്റെ കൊല്ലം പോലും, ഇതേതാ കൊല്ലം എന്ന് വെച്ചാൽ 2026 നമ്മളത് പറയും. എന്നാൽ ഹിജറ ഏതാന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ തപ്പും. 1400 എന്ന് പറയും നമ്മൾ. അതുപോലും നമുക്കറിയില്ല. പക്ഷേ നമ്മുടെ ആയുസ് നിശ്ചയിക്കപ്പെട്ട വർഷം ഇതാണ്. 2026, 27 ജനുവരി, ഫെബ്രുവരി ഒന്നല്ല. നമ്മുടെ ആയുസ് അല്ലാഹു നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മാസവും വർഷവും ഇതാണ്. ഇത് നമ്മൾ അറിയണ്ടേ? അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം,
നമ്മൾ മരണത്തിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മളെല്ലാവർക്കും അറിയാം. ഒരു കൊല്ലം പിന്നിട്ടാൽ ആയുസ് 1 വർഷം പോയി, ആയുസ് 1 വർഷം പോയാൽ മരണത്തിലേക്ക് അടുക്കുന്നു. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒന്നാമത്തെ കാര്യം. എന്നാൽ ഇതിലും അപ്പുറം രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. അത് പലപ്പോഴും നമ്മൾ വിസ്മരിക്കുക. 1 വർഷം കഴിയുമ്പോൾ നമ്മൾ ആയുസ്സിൽ നിന്നൊരു വർഷം പിന്നിട്ടു എന്ന് നമുക്കറിയാം, മരണത്തിലേക്ക് അടുക്കുന്നു നമുക്കറിയാം. പക്ഷെ അതിലപ്പുറം ഒരു കാര്യം മറന്നു പോകുന്നു. അതെന്താണ്? നമുക്ക് പോകാനുള്ള ലോകത്തേക്ക് ചെയ്യാനുള്ള അമലുകൾക്കുള്ള അവസരം കുറയുന്നു എന്ന കാര്യമാണ്. അമലുകൾക്കുള്ള അവസരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് സഹോദരങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ബോധം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടാകണം. നോക്കൂ, നിങ്ങൾ സ്വഹാബത്തൊക്കെ കരഞ്ഞത് എന്തിനാ? മരണത്തിന് ശേഷം സ്വർഗം പ്രതീക്ഷിച്ച, നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള സ്വർഗം പ്രതീക്ഷിച്ച സ്വഹാബത്ത് കരഞ്ഞത് അവർ ഈ അമലിനെ കുറിച്ച്, അമലിന്റെ അവസരം കുറയുന്നു എന്ന് പറഞ്ഞ മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു മരണസമയത്ത് അദ്ദേഹം കരയുന്നത് കാണാം. കരഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് വേദന കൊണ്ടല്ല, മരണത്തിന്റെ വേദന കൊണ്ടോ, വെപ്രാളം കൊണ്ടോ, കൈകാലുകൾ വേദനിച്ചത് കൊണ്ടോ, ശരീരവും മനസ്സും വേദനിച്ചത് കൊണ്ടോ, മരിക്കാണല്ലോ, പോവുകയാണല്ലോ എന്ന മാനസികമായ വേദന കൊണ്ടോ, ശാരീരികമായ വേദന കൊണ്ടോ അല്ല ഞാൻ കരയുന്നത്. മറിച്ച് അദ്ദേഹം പറഞ്ഞു, ഇനി എനിക്ക് രാത്രികളിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ, എനിക്ക് പകലുകളിൽ സുന്നത്ത് നോമ്പ് നോൽക്കാൻ കഴിയില്ലല്ലോ, എൻ്റെ അവസരം നഷ്ടപ്പെടുകയാണല്ലോ, എൻ്റെ അവസരം തീരുകയാണല്ലോ എന്നതാണ്. നമുക്കാർക്കെങ്കിലും സഹോദരങ്ങളെ നെഞ്ചത്ത് കൈവച്ച് നമ്മൾ ചിന്തിക്കാം. ഓരോ രാവും ഓരോ പകലും കഴിയുമ്പോൾ പടച്ചോനെ, എൻ്റെ അവസരങ്ങളാണല്ലോ കുറയുന്നത്. എൻ്റെ മരണത്തിന് ശേഷമുള്ള ലോകത്തേക്ക് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾക്കുള്ള എൻ്റെ അവസരങ്ങളാണല്ലോ റബ്ബേ നഷ്ടപ്പെടുന്നത്, കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊരു വേദന സഹോദരരെ നമുക്കാർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാകണം സഹോദരങ്ങളെ. അത് ഈമാനിന്റെ ലക്ഷണമാണ്. അപ്പോൾ ഒരു പുതിയ വർഷം പിറക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും കാലവിപത്തും അപകടവും ഇതൊന്നുമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. പടച്ചോനെ, ഒരു പുതിയ മാസം മുഹറം വന്നു, ഒരു പുതിയ വർഷമാണ് ഇതോടുകൂടി കഴിഞ്ഞു പോയത്. ഒരു പുതിയ വർഷം കഴിയുകയും ഒരു പുതിയ വർഷം പിറക്കുകയുമാണ് ചെയ്തത്. എൻ്റെ അവസരങ്ങൾ കുറയുകയാണല്ലോ എന്ന ചിന്തയാണ് സഹോദരങ്ങളെ നമുക്ക് വേണ്ടത്. ഏത് കാലത്തും ജീവിച്ചവർക്ക് നൽകപ്പെട്ട ചില നിർദ്ദേശങ്ങളുണ്ട്. ആയുസ് കൂടിയ ആളുകൾക്കും ആയുസ് കുറഞ്ഞ ആളുകൾക്കൊക്കെ ഈ ഭൂമിയിൽ പല ടൈപ്പ് മനുഷ്യന്മാർ ജീവിച്ചിട്ടുണ്ട്. 1000 കൊല്ലം അതിലധികം ആയുസ് നൽകപ്പെട്ട മനുഷ്യന്മാർ ജീവിച്ച മണ്ണാണ് ഈ ഭൂമി. 1000 നൂഹ് നബി മാത്രമല്ല, 950 കൊല്ലം നൂഹ് നബി പ്രബോധനം ചെയ്തു. പ്രബോധനം മാത്രം. അപ്പൊ ആയുസ് എത്ര ഉണ്ടാകും? അങ്ങനെ ജീവിച്ച മനുഷ്യന്മാരുണ്ട്. ഏറ്റവും ആയുസ് കുറഞ്ഞ നമ്മൾ 60-70. അവർക്കും നമുക്കും ഒക്കെ നൽകപ്പെട്ട ചില നിർദ്ദേശങ്ങളുണ്ട്. റഹ്മാനായ റബ്ബ് ഈ ഭൂമിയെ പടച്ച് മനുഷ്യനെ പടച്ച് കാലാകാലഘട്ടങ്ങൾ മനുഷ്യന്മാർക്ക് നൽകിയ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ ഓരോന്നും നമ്മൾ അറിഞ്ഞേ പറ്റൂ. ഇനി ഈ പിറന്ന വർഷം നമുക്ക് എങ്ങനെ, നമ്മളെ മുന്നിൽ അതാണുള്ളത്, ഈ വർഷം എങ്ങനെ, നമ്മൾ ആയുസ് നിശ്ചയിക്കപ്പെടുന്ന ഈ വർഷം എങ്ങനെ നമുക്ക് സാമ്പത്തികമായി പുരോഗതി ഉണ്ടാവുമോ അതോ പരാജയമാകുമോ? നമ്മളെ രോഗം, ആരോഗ്യം, മക്കൾ, കുടുംബം, ഇങ്ങനെ തുടങ്ങി ഓരോ കാര്യത്തെക്കുറിച്ചും ഈ ഒരു പുതിയ വർഷത്തിൽ ഞാൻ എങ്ങനെ, ഒരു കാര്യം ഉറപ്പാണ്, ഒരു കാര്യം നമുക്ക് ബേക്കുക. കച്ചവട ലാഭം ഉണ്ടാകാം, പുതിയ കച്ചവടങ്ങൾ തുടങ്ങാം, പല സംഭവങ്ങൾ ഉണ്ടാകാം, പല പുരോഗതിയും ഉണ്ടാകാം. പക്ഷെ ഒരു കാര്യം നമുക്കെല്ലാവർക്കും ബേക്കുക. അതെന്താണ്? ആഫിയത്താണ്. ഇത് നമ്മൾ വളരെയധികം ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം. മരണവും സമ്പത്തും സാമ്പത്തിക നഷ്ടവും അങ്ങനെ തുടങ്ങി പലതും നമുക്ക് വരാം. ആഫിയത്തിന്റെ കാര്യത്തിൽ നമ്മൾ പിന്നോട്ടായിരിക്കും പോവുക. അപ്പം നമ്മൾ റബ്ബിനോട് ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആഫിയത്തിന് വേണ്ടിയാണ്. പ്രാർത്ഥനകളുടെ മര്യാദകളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ആ പ്രാർത്ഥനകളുടെ മര്യാദകളിൽ 9 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 10ാമത്തെ മര്യാദയായിട്ട് പണ്ഡിതന്മാർ എണ്ണിയത് അദ്ദുആഉ ബിൽ ആഫിയ എന്ന. സുബ്ഹാനല്ലാഹ്, പണ്ഡിതന്മാർ എണ്ണാണ് 10ാമത്തെ ദുആയുടെ ആദാബ് ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് മര്യാദ ആയിട്ടാ പറഞ്ഞത്, പ്രാർത്ഥനയുടെ അദബായിട്ടാ പറഞ്ഞത്. അദ്ദുആഉ ബിൽ ആഫിയ, ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. എന്താണത് പറയാൻ കാരണം?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അടുക്കൽ വന്നിട്ട് പിന്നെ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. റസൂലെ, എനിക്ക് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരണം റസൂലെ, പ്രാർത്ഥിക്കാൻ എനിക്ക് അല്ലിംനി ഷൈഅൻ അസ്അലുല്ലാഹ അസ്സ വജല്ല, അള്ളാഹിനോട് ചോദിക്കാൻ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ സലില്ലാഹൽ ആഫിയ, അള്ളാഹിനോട് ആഫിയത്ത് ചോദിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ ഫമക്കസ്തു അയ്യാമൻ, കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ സുമ്മ ജിഅ്തു, പിന്നെ ഞാൻ നബിയുടെ അടുക്കൽ ചെന്നൊരു ചോദ്യം ചോദിച്ചു, യാ റസൂലല്ലാഹ് അല്ലിംനി ഷൈഅൻ. അപ്പോഴും റസൂൽ പറഞ്ഞു, സലില്ലാഹൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്ത് ചോദിച്ചോ എന്ന് പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം, അബ്ബാസ് റളിയല്ലാഹു തആല എന്നെ വിളിച്ചിട്ട് തന്നെ റസൂൽ പറയാണ്, യാ അബ്ബാസ് യാ അമ്മി റസൂലില്ല അക്സിറു ദുആ ബിൽ ആഫിയ. മറ്റൊരു റിപ്പോർട്ടിൽ അക്സിർ മിന ദുആ ബിൽ ആഫിയ, പ്രാർത്ഥനയിൽ നിന്ന് ആഫിയത്തിന് വേണ്ടി ധാരാളമായി നീ ചോദിച്ചു കൊണ്ടിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അൻ അബീ ബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല സലുല്ലാഹൽ അഫ്വ വൽ ആഫിയ, നിങ്ങൾ അല്ലാഹുവിനോട് അഫ്വും ആഫിയത്തും ചോദിക്കണം. ഫഇന്ന അഹദൻ ലം യുഅത ബഅദൽ യഖീൻ ഖൈറൻ മിനൽ ആഫിയ, യഖീനിന് ശേഷം ഒരാൾക്ക് ആഫിയത്തിനോളം ഖൈറായ ഒന്നും നൽകപ്പെട്ടിട്ടില്ല. എന്താ യഖീന്? യഖീന് മരണമാണ്. മരണത്തിന് ശേഷം ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും ഖൈറായ കാര്യം അയാൾക്ക് കിട്ടുന്ന ആഫിയത്താണ് എന്നാണ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഇവിടെ ഉദ്ദേശിച്ച ആഫിയത്ത് എന്ന്. സഹോദരങ്ങളെ, പരലോകത്തേക്ക് അമൽ ചെയ്യാൻ നമുക്ക് ശരീരത്തിന് സുഖം ഉണ്ടാകുക എന്നുള്ളതാണ് ആഫിയത്ത്. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ സിഹത്തും ആഫിയത്തും ഒന്നല്ല. സിഹത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യ, അത് ആരോഗ്യം രാവിലെ ഒരു 6 കിലോമീറ്റർ ഓടാനും ജിമ്മിൽ പോകാനും അധ്വാനിക്കാനും ഒക്കെ സിഹത്ത് ആവശ്യമാണ്. പക്ഷെ ആഫിയത്ത് എന്താണെന്നറിയോ? സുബഹിന്റെ സമയത്ത് എഴുന്നേൽക്കാൻ, അതിന് ആരോഗ്യം ഉണ്ടായിട്ട് കാര്യമില്ല. സുബഹിന്റെ സമയത്ത് വല്ലാതെ ക്ഷീണിച്ച് അപ്പോൾ ഭയങ്കര, അതുവരെ ഉറങ്ങൂല, അപ്പൊ ഭയങ്കര ഉറക്ക. എങ്കിൽ ചില ആളുകളെ കണ്ടില്ല നിങ്ങൾ, സുബഹിന്റെ സമയത്ത് അവർ എഴുന്നേൽക്കും, അതിന് മുമ്പേ അവർ എഴുന്നേൽക്കും. അതെന്താ? അത് ആരോഗ്യമൊന്നുമില്ല എന്നിട്ടും എഴുന്നേൽക്കും. അതാണ് ആഫിയത്ത്. അതാണ് ആഫിയത്ത്. അത് സിഹത്തും ആഫിയത്തും തിരിച്ചറിയാനുള്ള മാർഗത, അതാണ് ആഫിയത്ത്. ആ അമലുകൾ ധാരാളം ചെയ്യാനുള്ള ശാരീരികമായ മാനസികമായ സുഖം, സൗഖ്യം, അതിന് പറയുന്ന പേരാണ് ആഫിയത്ത്. നോക്ക് നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയാണ്, ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ യദഉ ഹൗലയിൽ കലിമാത്ത്, അല്ലാഹുവിന്റെ റസൂല് ഞാൻ ഈ പറയാൻ പോകുന്ന ദുആ വചനങ്ങൾ ഹീന യുസ്ബിഹു ഹീന യുംസി, എന്നും രാവിലെയും വൈകുന്നേരം ഒരിക്കലും ഉപേക്ഷിക്കാത്ത, ഒരിക്കലും ഒഴിവാക്കാത്ത ചില വാക്കുകളുണ്ട്. അതെന്താ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി. ഇത് ഒരിക്കലും ഈ ആഫിയത്ത് ദീനിലും ദുനിയാവിലും അതുപോലെ തന്നെ ആ കുടുംബത്തിലും മക്കളിലും ഒക്കെയുള്ള ആഫിയത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കാതെ പോയിട്ടില്ല എന്നാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രിയിൽ, നല്ല ഇരുട്ടുള്ള രാത്രിയാണ്, നല്ല ഇരുട്ടുള്ള രാത്രി, അതിശക്തമായ ഇരുട്ടുള്ള ഒരു രാത്രി, ആയിഷ റളിയല്ലാഹു തആല അൻഹ എഴുന്നേറ്റ് നോക്കുമ്പോൾ നബിനെ കാണാനില്ല. അപ്പൊ നബി ബക്കയിൽ നിന്ന് ഇങ്ങനെ വരിക. മദീനത്തെ ബക്കയ എല്ലാവർക്കും അറിയാം, മസ്ജിദ് നബയും ബക്കയും. ബക്കയ മദീനയിലെ ഖബർസ്ഥാനാണ്. ബക്കയിൽ നിന്ന് റസൂൽ ഇങ്ങനെ വരുന്നതാ കണ്ടത്. അപ്പൊ ആയിഷ ബീവി ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ രാത്രിയിൽ, ഈ ഇത്രയും ഇരുട്ടുള്ള രാത്രിയിൽ നിങ്ങൾ എന്തിനാ ബക്കയിലേക്ക്, ഖബർസ്ഥാനിലേക്ക് പോയത്? അപ്പോ റസൂലുള്ള പറഞ്ഞു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉടനെ ബക്കയിൽ പോകണം, ബക്കയിൽ പോയി ഖബറാളികൾക്ക് വേണ്ടി താങ്കൾ പാപമോചനം തേടണം, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ജിബ്രീലിന്റെ കൽപ്പന പ്രകാരം ഞാൻ പോയതെന്ന് പറഞ്ഞു. അപ്പോൾ ആയിഷ ബീവി ചോദിച്ചു, എന്നിട്ട് നിങ്ങൾ അവിടെ ചെന്ന് എന്താ പ്രാർത്ഥിച്ചത്? റസൂൽ പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ അഹ്ല ദിയാരിൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളുമായ ഈ ഖബർസ്ഥാനിലെ ഈ വീട്ടിലെ ആളുകളെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ, ഇൻഷാ അല്ലാഹ് ഞങ്ങളും നിങ്ങളുടെ കൂടെ വന്നു ചേരും. അൻതും ലനാ ഫറത് വനഹ്നു ലക്കും തബ, നിങ്ങൾ ഞങ്ങളെ മുന്നേ പോയി, ഖബർസ്ഥാനിൽ ചെന്ന് പറയേണ്ടതായി പറയണത്, നിങ്ങൾ ഞങ്ങളെ മുന്നേ പോയി, വാപ്പയും ഉമ്മയും മക്കളും
പലരും ഉണ്ടാകും അവിടെ. വനഹ്നു ലക്കും തബഅ, ഞങ്ങൾ നിങ്ങളെ പിന്നാലെ വരാനുള്ളതാണ്. നസ്അലുല്ലാഹ ലനാ വലക്കുമൽ ആഫിയ, നിങ്ങൾക്കും ഞങ്ങൾക്കും അള്ളാഹുവിന്റെ ആഫിയത്തിനെ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹും അല്ലാഹുമ്മ വർഹംഹും, അള്ളാഹുവെ പുറത്തു കൊടുക്കുക, കാരുണ്യം കാണിക്കുക. ഇത് പ്രാർത്ഥിക്കണമെന്ന ഈ പ്രാർത്ഥന നമ്മൾ കേൾക്കും. മറ്റൊരു കാര്യം കൂടി ചിന്തിക്കാം. നമ്മളെ വാപ്പാനും ഉമ്മാനും ഒക്കെ കബറടക്കിയ ഖബർസ്ഥാനികൾ ഒരു പക്ഷേ നമ്മൾ ജുമാക്ക് വരണ ഈ പള്ളിയിലാവണമെന്നില്ല. അപ്പോൾ വാപ്പാനും ഉമ്മാനും കബറടക്കിയ ജുമാഅത്ത് പള്ളിയിൽ പോകുന്ന ആളുകൾക്ക് മാത്രമാണ് അവിടെ വാപ്പാനും ഉമ്മാനും കബറിലൊക്കെ ഒന്ന് പോവുക എന്ന് ആരും വിചാരിക്കണ്ട. ഇവിടുന്ന് ജുമാ കഴിഞ്ഞ് പിരിഞ്ഞാലും ഈ റൂട്ടിൽ വെറുതെ ഇങ്ങനെ നിന്ന് വർത്താനം പറഞ്ഞ നേരം കൊണ്ട് വാപ്പാനും ഉമ്മാൻ്റെയൊക്കെ കബർ അപ്പുറത്തോ ഉണ്ടെങ്കിൽ അവിടെ കൊന്നുപോയി സലാം പറഞ്ഞ് പ്രാർത്ഥിക്കണത് ഏറ്റവും ഹൈറായ കാര്യമാണ്. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് അവിടെ ബർസഖിൽ വല്ലാത്ത ആശ്വാസം കിട്ടും, വല്ലാത്ത സമാധാനം അവർക്കവിടെ കിട്ടും. അത് നമ്മൾ മറന്നു പോകരുത്. ശരി, അപ്പോൾ ഇവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലുള്ളത് എന്താ? നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഞങ്ങൾക്കും അവർക്കും ആഫിയത്തിനെ ചോദിക്കുന്നു. മഹാനായ ഇബ്നു ബാസ് റഹിമഹുല്ലയോട് ചോദിച്ചു, ഇങ്ങനെ ലിഅന്നൽ അംവാത മാതു, മരിച്ചോലൊക്കെ മരിച്ചു പോയില്ലേ, ഫസുആലുൽ ആഫിയത്ത് ലഹും, പിന്നെ എന്തിനാ ഓർക്ക് ആഫിയത്തിനെ ചോദിക്കണത്? മരിച്ചു പോയവർക്ക് പിന്നെ എന്താ ആഫിയത്ത്? മാതായാഹിനി എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, സലാമത്തഹും മിൻ ഹൈതുൽ ആഖിബ, അവരുടെ ഇവർ ജീവിക്കുന്ന ഇന്നത്തെ ഒരു ജീവിതമുണ്ടല്ലോ, ബർസഖിലെ ജീവിതം, ആ ആഖിബത്തുണ്ടല്ലോ, ഇത് കഴിഞ്ഞു പോയ അവിടെ അവർക്ക് സലാമത്ത് കിട്ടാൻ, രക്ഷ കിട്ടാനാണ്, ആ ആഫിയത്താണ് അവർക്ക് വേണ്ടി ചോദിക്കുന്നത് എന്നതാണ്. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ ചോദിക്കേണ്ട ഈ മുഹറത്തിൽ ഈ ഒരു സമയത്ത് നമ്മളെ മനസ്സിലുണ്ടാണ് എപ്പോഴും നമ്മൾ അള്ളാഹിനോട് ആഫിയത്തിനെ ചോദിക്കുക. അത് പ്രാർത്ഥനയുടെ മര്യാദകളിൽ കൂടി പെട്ടതാണ്. രണ്ടാമത്തെ കാര്യം, ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിക്കുക. എന്താണ് ഇസ്തിഗ്ഫാറും തൗബയും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി വെച്ചത് പാപമോചനം, പുറത്തുണ്ട പടച്ചോനെ, പാപങ്ങൾ പൊറുക്കാൻ. ഇസ്തിഗ്ഫാർ അതിന് മാത്രമാണോ? എന്താ ഇസ്തിഗ്ഫാറും തൗബയും നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇസ്തിഗ്ഫാറും തൗബയും തമ്മിൽ വ്യത്യാസം. ഖുർആനിൽ സൂറത്ത് ഹൂദിൽ മാത്രം 4 സ്ഥലത്ത് അല്ലാഹ് പറയാ ഇസ്തഗ്ഫിറൂ സുമ്മ തൂബു, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക പിന്നെ തൗബ ചെയ്യുക. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ പാപങ്ങൾ പൊറുക്കപ്പെടുക എന്നൊരു നിയ്യത്തോട് മാത്രം ചെയ്യേണ്ടതല്ല. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ല തെറ്റും ചെയ്തിട്ടുണ്ടോ? നബിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പാപങ്ങൾ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് നബി ഒരു ദിവസം എത്ര ഇസ്തിഗ്ഫാർ ചെയ്തത്? 100-ലധികം തവണ നബി ഇസ്തിഗ്ഫാർ ചെയ്തു. അപ്പൊ എന്താ ഇസ്തിഗ്ഫാറും തൗബയും? ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അത് പാപങ്ങൾ പൊറുക്കപ്പെടാൻ മാത്രമാണ് എന്ന് കരുതണ്ട. ഞാൻ ഓതി വെച്ച ആയത്ത് നിങ്ങൾ ശ്രദ്ധിക്കാം. വഅനിസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക. സുമ്മ തൂബു ഇലൈഹി, പിന്നെ തൗബ ചെയ്യുക. ഇനി കേട്ടോളൂ. യുമത്തിഉക്കും മത്താഹൻ ഹസന, നിങ്ങൾക്ക് നല്ല മത്താഴ്, നല്ല വിഭവം, നല്ല സൗഖ്യം നിങ്ങൾക്ക് ഈ ദുനിയാവിൽ അത് നൽകും. ഇസ്തിഗ്ഫാർ കൊണ്ട് കിട്ടുന്ന നേട്ടം, ഇസ്തിഗ്ഫാർ വെറും പാപമോചനം മാത്രമല്ല. അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ നമ്മൾ പറയുമ്പം പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നല്ല. ഇസ്തിഗ്ഫാർ ചെയ്താൽ പാപമോചനം മാത്രമല്ല, മത്താഴ് കിട്ടും, നല്ല മത്താഴ് കിട്ടും, വിഭവം, ജീവിത സൗഖ്യം കിട്ടും. ഈ പുതിയ വർഷത്തിൽ നമുക്ക് വേണ്ടതാ മത്താൻ ഹസന. ഇസ്തിഗ്ഫാർ ചെയ്താൽ നിങ്ങൾക്ക് മത്താൻ ഹസന കിട്ടും, നല്ല ജീവിത സൗഖ്യം കിട്ടും. ഇലാ അജലി മുസമ്മ, കാലാകാലില്ല, ഒരു അജലി വരെ കിട്ടും, ഒരു അവധി ഉണ്ടല്ലോ, അതുവരെ കിട്ടും. വയൂതി കുല്ലദീ ഫളിൻ ഫളിലഹു, ഉദാര മനസ്ഥിതിയുള്ള എല്ലാവർക്കും അതിൽ നിന്ന് ഫളിൽ നൽകപ്പെടും. ഉദാര മനസ്ഥിതിയുള്ള എല്ലാവർക്കും കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല ഔദാര്യ മനസ്സുള്ള ആൾക്കാർക്ക് ധാരാളം കിട്ടും. അവർ ഇസ്തിഗ്ഫാറും കൂടി വർദ്ധിപ്പിക്കണം. അല്ലാഹ് പറയാണ്, ഫഇൻ തവല്ലൗ ഫഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ കബീർ, നിങ്ങൾ ചെയ്യാതെ പോവുകയാണെങ്കിൽ ഒരു ദിവസത്തെ വമ്പിച്ച ശിക്ഷ ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നുണ്ട് എന്നാണ്. സഹോദരങ്ങളെ, ഈ സംഭവമാണ് അഫവും ആഫിയത്തും. ഇനി മറ്റൊരു ആയത്തിൽ കാണാം, വഹുവ അൻശഅക്കും മിനൽ അർളി വസ്തഅമറക്കും ഫീഹാ, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ ഭൂമിയിൽ അധിവസിപ്പിച്ചതും അവനാണ്. ഫസ്തഗ്ഫിറൂ സുമ്മ തൂബു, ഇസ്തിഗ്ഫാർ ചെയ്യുക പിന്നെ തൗബ ചെയ്യുക. ഇന്ന റബ്ബി ഖരീബും മുജീബ്, എൻ്റെ റബ്ബ് ഏറ്റവും അടുത്തവനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനുമാണ്. ഇടയാളൻ വേണ്ട. റബ്ബ് ഖരീബാണ്, ഏറ്റവും അടുത്തവനാണ്, പിന്നെ അടുപ്പിക്കാൻ ഒരാൾ വേണ്ട.
ഇടയാളന്മാർ റബ്ബിനോട് നേരെ പ്രാർത്ഥിക്കുക, റബ്ബ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. മറ്റൊരായത്തിൽ കാണാം, വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി. തൗബ ചെയ്തോളൂ, ഇസ്തിഗ്ഫാർ ചെയ്തോളൂ. ഇസ്തിഗ്ഫാർ ചെയ്ത് എന്നിട്ട് തൗബ ചെയ്തോളൂ. യുർസിൽ സമാ അലൈക്കും മിദ്റാറ. നല്ല മഴ കിട്ടും, നല്ല മഴ കിട്ടും. മഴ എന്ന് പറഞ്ഞാൽ ഖുർആൻ തന്നെ നിങ്ങൾ പഠിക്കണം. ഒരു ഭൂമിയിലെ മനുഷ്യന്മാരുടെ ധന്യതയുടെ അടയാളമാണ് മഴ. ആ മഴ നിങ്ങൾക്ക് കിട്ടും. അടുത്ത വാക്യം, വയസിദുക്കും കുവ്വത്തനിലാ കുവ്വത്തിക്കും. ശക്തിയിലേക്ക് ശക്തിയെ ചേർത്ത് നൽകും. ഇപ്പൊ നമുക്കുള്ള ബേജാറെന്താ, ഒരു കൊല്ലം കഴിഞ്ഞു, വയസ്സായി, ആരോഗ്യം കുറയാണ്. വേണ്ട, അല്ലാഹ് പറയാ ശക്തിയിലേക്ക് നിങ്ങൾക്ക് ശക്തി നൽകും. ശക്തിയിലേക്ക് ശക്തിയെ അവൻ ചേർത്ത് നൽകും നിങ്ങൾക്ക്. യസിദുക്കും കുവ്വത്തനിലാ കുവ്വത്തിക്കും. എന്ത് ചെയ്താൽ? ഇസ്തഗ്ഫിറൂ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുകയാണെങ്കിൽ. വയാ ഖൗമി ഇസ്തഗ്ഫിറൂ, ഇസ്തിഗ്ഫാർ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ശക്തി നൽകുന്നതാണ്. അപ്പോൾ സഹോദരങ്ങളെ, അഫ്വും ആഫിയത്തും കിട്ടാൻ ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ആയുസിനെ കുറിച്ചുള്ള ചിന്തയുടെ അമലുകളും ധാരാളമായി വർദ്ധിപ്പിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മുഹറം 9ഉം 10ഉം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോൽക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്ത നോമ്പാണ്. റമളാനിന് ശേഷം ഏറ്റവും അഫ്ളലായ നോമ്പാണ് മുഹറം മാസത്തിലെ നോമ്പ് എന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. മുഖാലഫത്തുൽ യഹൂദ്, അതിൽ ചില വിഷയങ്ങൾ പ്രത്യേകമാണ്. ഇതിലും മുഖാലഫത്തുൽ യഹൂദ് ഉണ്ട്. യഹൂദികളോട്, ജൂതന്മാരോട് വ്യത്യസ്തമാവുക എന്നതുണ്ട്. അതുകൊണ്ട് 10 മാത്രമല്ല 9 നോൽക്കുക. ഇനി ഒരാൾക്ക് 9 നോൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞു 11 കൂടി അവർക്ക് 10ഉം 11ഉം നോൽക്കുക. അങ്ങനെ ഒരു മുഖാലഫത്ത് ഉണ്ടാകണമെന്നാണ്. പവിത്രമായ മാസം എന്ന നിലക്ക് ഈ മാസത്തിൽ നോമ്പ് നമുക്ക് വർദ്ധിപ്പിക്കാം. എന്നാൽ മുഹറം 1 മുതൽ 10 വരെ ഇതേ നോമ്പിന്റെ ഇതേ ശ്രേഷ്ഠതയുണ്ട് എന്ന നിലക്ക് നമ്മൾ നോൽക്കാൻ പാടില്ല. എന്നാൽ മുത്തലക്കായ നോമ്പ് എന്ന നിലക്ക് നമുക്ക് ഈ മാസം നോമ്പുകൾ വർദ്ധിപ്പിക്കാൻ കൽപ്പിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസത്തിൽ നമുക്ക് നോമ്പുകൾ നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ അല്ലാത്തൊരു മാസവും പൂർണ്ണമായി നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല. ആ കാര്യം കൂടി നമ്മളിലേക്ക് ചേർത്ത് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഖൈറായ അമലുകളിലേക്ക് ധൃതി കാണിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരെ ബർസഖ് അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. രോഗികളായ ആളുകൾക്ക് അല്ലാഹു രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു മുഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ. അല്ലാഹുമ്മ ആതിഖ് റിഖാബനാ മിനൻ നാർ. അല്ലാഹുമ്മ ഇശ്ഫി മർദാനാ വമർദൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അർഹം മൗതാനാ വമൗതൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ ودمر أعداءك وأعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين.